ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓഫറോട് കൂടെ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളത് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബോക്സിലായിട്ട് നല്ലൊരു പാക്കിങ്ങോട് കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വുഡൻ്റെ സ്പാച്ചില ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ആയിട്ട്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങോട് കൂടെ തന്നെയാണ് ഇവർ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരുന്നത്. അപ്പോൾ ഇവരുടെ പാക്കിംഗ് ക്വാളിറ്റി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഫ്രൈ പാനാണ്. അടുത്തത് വരുന്നത് 28 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള നമ്മുടെ ഒരു കടായി പോട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ലിഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിലും സെപ്പറേറ്റ് ഒന്നും കൂടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു ഫ്രൈ പാൻ കൂടെ ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3 പീസ് കോംബോ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇതേ ഒരു സെയിം സൈസ് തന്നെയാണെങ്കിലും അതിൻ്റെ ഹാൻഡിലൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും കാസ്റ്റ് അയണിൻ്റെയും ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് തന്നെ അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് 3 ലെയർ മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീലിലൊക്കെ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാത്രങ്ങളായതുകൊണ്ട് തന്നെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. നോൺ സ്റ്റിക്ക് പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 100% ടോക്സിൻ ഫ്രീ ആണ്. പിന്നെ നമുക്കിത് ഇൻഡക്ഷനിലും അതുപോലെ തന്നെ ഗ്യാസിലും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കടായി അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ലിഡിൽ 3 ഹോൾസ് ഒക്കെ വരുന്ന രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട് നിറയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഒരൊറ്റ ഐറ്റം വാങ്ങി വെച്ചാൽ മതി. നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സാധാരണ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അപേക്ഷിച്ച് അടിഭാഗമൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാതെ കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂടെത്തുന്നതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനും പറ്റും. പിന്നെ 85% നമുക്ക് ന്യൂട്രിയൻസും കൊടുത്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ഇയർ ആയിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഇവരുടെ ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിഡിലൻ ഓഫർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് 12 എന്നുള്ള കൂപ്പൺ കോഡ് കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% കൂടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂപ്പൺ കോഡ് മറക്കരുത്. സ്വീറ്റ് 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടെ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇളനീർ വെള്ളമാണ്. അപ്പോൾ ഒരു 1.25 കപ്പിനടുത്ത് ഇളനീർ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇളനീർ വെള്ളത്തിൽ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് കുതിർത്തെടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇൻഡസ് വാലിയുടെ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഡക്ഷനിലാണ് ഞാനിപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ചൈന ഗ്രാസ് മുഴുവനായിട്ട് മെൽറ്റായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ട്രേകളിലായിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ട്രേയും ഒരു ചെറിയ ട്രേയിലുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 കപ്പ് വരെ ഇളനീർ വെള്ളത്തിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ഒരു കട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ജെല്ലിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ലൂസായിട്ട് പോകരുത്. അപ്പോൾ 2 ട്രേയിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കടായിലാണ് ഞാനിപ്പോൾ അവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാല് ഏകദേശം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ 1.5 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി എടുത്തിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്തെടുക്കാനുള്ള പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചുള്ള ഒരു മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ട്. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വരണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇളനീർ ജ്യൂസാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1/4 കപ്പ് ഇളനീർ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളനീർ ജ്യൂസിന് പകരമായിട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി, സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ അല്ല കേട്ടോ, ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇളനീർ ജ്യൂസിൻ്റെ ആ ഒരു മിക്സ് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കുടിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീർ വെള്ളം നമുക്കിതാ ഇതേ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 ട്രയലുള്ളതും സെയിം രീതിയിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, ഒരുപാട് തിന്നായിട്ട് പോകരുത്. അപ്പോൾ നമുക്കിതിൽ കാണാനായിട്ടും അതുപോലെ തന്നെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലൊരു ക്രിസ്റ്റൽ രൂപത്തിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കാണാൻ മാത്രമല്ല നമുക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ മധുരമൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇളനീർ വെള്ളത്തിൻ്റെ ആ ഒരു പുഡിങ്ങാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ എല്ലാതും ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ പാർട്ടികളിലും ഈ ഒരു വേനൽക്കാലത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റൽ പുഡിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇളനീരിന് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയിലായിട്ട് നമുക്ക് കടിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ മിൽക്ക് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നതിന് പകരം ഇളനീർ ജ്യൂസ് നല്ല തിക്കായിട്ട് റെഡിയാക്കി എടുത്ത് അതിലേക്കും നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ പുഡിങ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ കൂപ്പൺ കോഡ് മറക്കണ്ട, SWEET12 എന്നുള്ള കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക.